കുറേ പേർക്കുള്ളൊരു സംശയമാണിത്. ലിക്വിഡ് ബീസ് എപ്പോഴും 1000 രൂപയിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് എല്ലാവർക്കുള്ള സംശയം. ഞാൻ എങ്ങനെയാണ് ലിക്വിഡ് ബീസ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. അതിനു മുമ്പ് ലിക്വിഡ് ബീസ് എന്നത് ഒരു ETF ആണ്. നിപ്പോൺ ഇന്ത്യയുടെ ഒരു ലിക്വിഡ് ETF ആണ്. എൻ്റെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഇപ്പോൾ 3 ലക്ഷം രൂപയുണ്ട്. യൂഷ്വലി ഞാൻ 3 to 5 ലക്ഷം വരെയാണ് അതിനകത്ത് കീപ്പ് ചെയ്യുന്നത്. ഇത് ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ വേണ്ടി മാത്രം വെച്ചിട്ടുള്ള എമൗണ്ടാണ്. അപ്പോൾ അടുത്ത ക്വാർട്ടർലി സെറ്റിൽമെൻറ്റ് സമയത്ത് ഈ എമൗണ്ട് മൊത്തത്തിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്ഫർ ആവും. അപ്പോൾ തൊട്ടടുത്ത ദിവസം എനിക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ രാവിലെ തന്നെ ഇത് എത്ര ലക്ഷമാണോ വന്നത് അത് അത്രയും ഞാൻ തിരിച്ച് ലോഡ് ചെയ്യണം. മിക്കവാറും സമയങ്ങളിൽ അതിന് എറർ ഉണ്ടായിട്ടുണ്ട്, ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ക്വാർട്ടർലി സെറ്റിൽമെൻറ്റിൻ്റെ ഡേറ്റ് എന്നാണോ അന്ന് ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് ഈ ബാക്കിയുള്ള എമൗണ്ടിന് മൊത്തത്തിൽ ലിക്വിഡ് ബീസ് വാങ്ങി വെക്കും. അപ്പോൾ സെറ്റിൽമെൻറ്റിൻ്റെ സമയത്ത് ക്യാഷ് ആയിട്ട് ബാലൻസ് ഒന്നുമില്ല, അപ്പോൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒന്നും വരില്ല. അപ്പോൾ തൊട്ടടുത്ത ദിവസം ഈ ലിക്വിഡ് ബീസ് ഞാൻ സെല്ല് ചെയ്യും, അതേ എമൗണ്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് വരും. അപ്പോൾ ഇത്രയും വലിയൊരു എമൗണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നതും തിരിച്ച് ലോഡ് ചെയ്യുന്നതും ആയിട്ടുള്ള ഈ ഒരു പ്രോസസ്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ലിക്വിഡ് ബീസ് എന്നത് നമുക്ക് തൽക്കാലത്തേക്ക് നമ്മുടെ ഫണ്ട് ഒന്ന് പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്ഥലമായിട്ട് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ലിക്വിഡ് ബീസിൽ നമ്മളൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് പ്ലഡ്ജ് ചെയ്തിട്ട് ഇത് ഓപ്ഷൻ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം.